ഒരു നവംബർ മാസത്തിൽ കൊടകിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണിത്. 2 ദിവസത്തെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു സ്ഥലമാണ് കർണാടകയിലെ കൊടക്. കൊടകിന് കൂർഗ് എന്നും പേര് പറയാറുണ്ട്. കാപ്പിയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കാപ്പി കൃഷിയിൽ ഇന്ത്യയിലെ 2ാം സ്ഥാനമാണ് കൊടകിന് എന്നാണ് പറയുന്നത്. ഓറഞ്ച് കൃഷിക്കും വളരെ അനുയോജ്യമാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇവിടേക്ക് വരുന്ന വഴി നമുക്കൊന്ന് നോക്കാം. വയനാട്ടിലെ മാനന്തവാടി കാട്ടിക്കുളം വഴി വന്ന് കേരള കർണാടക ബോർഡറായ കുട്ടയിലെത്താം. കൊടകിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഗോൾഡൻ ടെമ്പിൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻ്റാണിത്. കുശാൽ നഗറിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക്. ടിബറ്റൻ ബുദ്ധിസം അടിസ്ഥാനമാക്കി പഠനവും പരിശീലനമൊക്കെയായി 5000-ത്തിലധികം ബുദ്ധ സന്യാസിമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ റിൻപോച്ചെ 1963 ഈ ആത്മീയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. 40 അടി ഉയരമുള്ള ബുദ്ധപ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇനി കൊടകിലെ 2ാമത്തെ കാഴ്ചയിലേക്ക് പോകാം. കൊടകിലെ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് നിസർഗധാം. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു തുരുത്താണ് നിസർഗധാം. ഒരു വലിയ കാട്ടിലൊക്കെ ലഭിക്കുന്ന ശാന്തതയും തണുപ്പും ഒക്കെ നമുക്കിവിടെ ലഭിക്കും. ഇവിടെ ഇത്തരത്തിലുള്ള കുറേ പ്ലോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ സംസ്കാരം കാണിക്കുന്ന പ്ലോട്ടുകളാണ്. ഇവിടെ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഏറുമാടങ്ങൾ ഉണ്ട്. അതുപോലെ ആന സവാരി നടത്താനുള്ള സൗകര്യമുണ്ട്. മാൻ പാർക്കും ഒരു പക്ഷി താവളവും ഒക്കെ ഇവിടെ ഉണ്ട്. കുശാൽ നഗറിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് നിസർഗധാം. ഇനി അടുത്ത കാഴ്ച ഇടമാണ് ദുബാരെ. ഇതും കാവേരി നദിയിൽ രൂപപ്പെട്ട ചെറിയ ദ്വീപാണ്. അവിടേക്കുള്ള പ്രവേശന ടിക്കറ്റിനായി കാത്തു നിൽക്കുന്ന ആൾക്കാരാണിത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോട്ടിൽ കയറാം. അങ്ങനെ നമുക്ക് മറുകര എത്താം. കാവേരി നദിയിൽ കൂടിയുള്ള ഈ ബോട്ട് യാത്രയും നല്ല രസകരം തന്നെയാണ്. ഇതാണ് ദുബാരെ പ്രധാന ഗേറ്റ്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ആനയെ കുളിപ്പിക്കാം, ആനയ്ക്ക് തീറ്റ കൊടുക്കാം. അങ്ങനെ പാപ്പാന്മാരെ സഹായിക്കാൻ നമുക്കൊരു അവസരം കിട്ടും. വനം വകുപ്പിൻ്റെ ആന പരിശീലന കേന്ദ്രം കൂടിയാണ് ദുബാരെ. ഇവിടെ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കേന്ദ്രമാണ് രാജാ സീറ്റ് ഗാർഡൻ. മടിക്കേരി നഗരത്തിൽ തന്നെയാണ് രാജാ സീറ്റ് എന്ന ഇടം. ഈ സ്ഥലത്തിന് രാജാ സീറ്റ് എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇവിടുത്തെ രാജാവ് വൈകുന്നേരങ്ങളിൽ പതിവായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് ശില്പങ്ങളും സസ്യ വൈവിധ്യങ്ങളുമൊക്കെ ആയിട്ട് രാജാ സീറ്റ് ഇന്ന് ശരിക്കും ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന നിലയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൻ്റെ വീർപ്പ് മുട്ടിക്കുന്ന തിരക്കുകളിൽ നിന്നൊക്കെ മാറി അല്പം വിശ്രമിക്കാൻ കൂടി
പറ്റിയ ഒരു ഇടമാണ് രാജാ സീറ്റ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഇരിക്കാനും പറ്റിയ കുറേ ഇടങ്ങൾ ഇതുപോലെ രാജാ സീറ്റിൻ്റെ പല ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അബി ഫാൾസിലേക്കാണ്. മടിക്കേരിയിൽ നിന്ന് മൈസൂർ റൂട്ടിൽ 8 കിലോമീറ്റർ ദൂരെയായിട്ടാണ് അബി ഫാൾസ് വെള്ളച്ചാട്ടം. നൂറ് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അടുത്തത് തലക്കാവേരിയാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. ബ്രഹ്മഗിരി മലനിരയിലാണ് കാവേരി നദിയുടെ ഈ ഉത്ഭവസ്ഥാനം. ഇതൊരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കി വരുന്നത്. ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടിയാണ് ഈ പ്രദേശം. അപ്പോൾ കാവേരിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയുടെ കാഴ്ചകൾ കഴിഞ്ഞു. ഏകദേശം 2 പകൽ കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളാണ് മടിക്കേരി, കൊടക് പ്രദേശങ്ങളായിട്ടുള്ളത്. കേവലം കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല ആളുകൾ ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ വളരെ ആകർഷകമാണ്. അത് നമ്മുടെ മനസ്സിന് വല്ലാത്ത കുളിർമയാണ്.